ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മഷ്റൂം മസാലയുടെ റെസിപ്പി ഞങ്ങൾ നോക്കാം. അപ്പോൾ കുറേ ആൾ മഷ്റൂം റെസിപ്പി കേട്ടിട്ടുన్నారు. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുന്ന സൂപ്പർ ടേസ്റ്റോട് മഷ്റൂം എല്ലാം കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ആക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നാഷ്ടത്തുക്കെല്ലാം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ചപ്പാത്തിക്ക് പത്രിക അങ്ങനത്തെ ഇതൊക്കെല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാൻ നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും ഷെയർ ആക്കും മറക്കണ്ട. അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെ ആക്കറേ നിങ്ങൾ നോക്കാം. അപ്പോൾ ಇದಕ್ಕೆ ನಾನು ಆಲೂ ಮಿಕ್ಸ್ ಹಾಕಿಟ್ಟು ಹಾಕ್ರೆ പൊട്ടാറ്റോ പിന്നെ മഷ്റൂം രണ്ടും മിക്സ് ആക്കിയിട്ട് ആക്കറേ. അപ്പോൾ നിങ്ങൾക്ക് കാലി മഷ്റൂം കൂടെ ആക്കണമെങ്കിൽ ഇങ്ങനെ കാലി മഷ്റൂം കൂടെ ആക്കാം. അപ്പോൾ പൊട്ടാറ്റോ ഇതാ ഞാൻ ഒരു പൊട്ടാറ്റോ സാധാരണ ബില്ലിയിൽ ഒരു പൊട്ടാറ്റോ എടുത്തിട്ട് അപ്പോൾ ഇതുപോലെ കട്ടാക്കി എടുക്കണം. നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് ചുമ വലിയ പീസാക്കി കട്ടാക്കണ്ട. ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടില്ല ഇങ്ങനെ ഒന്ന് കട്ടാക്കി എടുത്തിട്ട് ഫസ്റ്റിക്ക് ഇതൊന്ന് അങ്ങ് ഒന്ന് പേപ്പാട്ടി എടുക്കണം. ഒന്ന് പേപ്പാട്ടിയിട്ട് എടുക്കണം. ചുമ വെന്തിട്ട് കലങ്ങര അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്നെങ്കിൽ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് അത്രയും മതിയാവും. ജസ്റ്റ് ഒന്ന് നച്ചുന്ന പോലെ ഒന്ന് കുക്കായിട്ട് വന്നെങ്കിൽ മതിയാവും. അപ്പോൾ അതിലൊട്ടിക്ക് തെളിവ് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഞങ്ങൾക്ക് ജണ്ട മതി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കൊണ്ട് ഈ പൊട്ടാറ്റോ. അപ്പോൾ ಅದಕ್ಕೆ മുന്നോളം ഇതുപോലെ ഒന്ന് ಬೇಪಾಟಿ എടുത്തെങ്കിട്ട് ജസ്റ്റ് അപ്പോൾ ഇതുകൂടെ ആയിട്ട് ഇത് എടുക്കറ ഞാൻ നിങ്ങൾക്ക് കാട്ടുற ನಾನು അതെങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇത് ഫോർക്കിൽ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ വെന്തിട്ട് വന്നെങ്കിൽ മതിയാവും. ഇപ്പോൾ ഇതാ ഇതുപോലെ കണ്ടല്ലേ ഇങ്ങനെ ഇത് മതിയാവും. ഇത് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതെടുക്കുക. ഈ തണ്ണിയോട് കൂടെമേ ಬೇಯಿക്കണ്ട. ഞങ്ങൾ തണ്ണി എല്ലാം അരച്ചിട്ട് ഞങ്ങൾ ഒരു പാത്രത്തിലിട്ട് വെച്ചെങ്കിട്ട് അപ്പോൾ ഇത് എടുക്കറ ನಾನು. ഇനിയിപ്പോൾ ഇതാ മഷ്റൂം ഞാനിവിടെ 250 ഗ്രാം മഷ്റൂം എടുത്തിട്ട് ഇത് 1/4 kg മഷ്റൂം ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊന്ന് അങ്ങ് ചന്ത കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കണം. അപ്പോൾ കട്ടാക്കുമ്പോൾ ചുമ പൊടിയായിട്ട് കട്ടാക്കണ്ട. അത് ഞങ്ങൾ വെന്തിട്ട് വരുമ്പോൾ ഒന്നും കൂടി അത് ചുരുങ്ങിടും. അപ്പോൾ ಅದಕ್ಕೆ വേണ്ടിയിട്ട് തെല്ല് വലിയതാക്കിയിട്ട് കട്ടാക്കി കഴിക്കും. പിന്നെ ഞങ്ങൾ കഴുകി എടുക്കുമ്പോൾ തെല്ല് മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് ചന്ത കഴുകി എടുക്കണോ. മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് കലക്കണം. അപ്പോൾ അതിൽ ഉൾക്കത്തെ കറുത്തത് അതെല്ലാം എടുക്കൊണ്ടിട്ടില്ല. ചന്ത മഞ്ഞളുടെ പൊടിയെല്ലാം ഇട്ടിട്ട് കഴുകി എടുത്തിങ്ങിട്ട് അപ്പോൾ അതവിടെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ ഒരു പാൻ വെച്ചിട്ട് അതിൽ ബട്ടറും പിന്നെ ഓയിലും മിക്സ് ആക്കിയിട്ട് എടുക്കുക. ബട്ടർ നിങ്ങളുടെ കയ്യിൽ ഇല്ല കണ്ടെങ്കിൽ കാലി ഓയിലാക്കണമെങ്കിൽ അങ്ങനെ ആവും. ഇല്ലെങ്കിൽ തെല്ല് നെയ്യ് ബീറ്റി കൊടുക്കറോ. ബട്ടറിലാക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആവും. ബട്ടർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കറോ. അത് പിന്നെ ഞങ്ങൾ ഇപ്പോൾ വേപ്പാട്ടി എടുത്ത് പൊട്ടാറ്റോ ഉണ്ടല്ലേ അതൊന്ന് ഇതിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഒരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കണം. ലൈറ്റായിട്ട് ഒരു ഗോൾഡൻ കളർ വേണ്ടല്ലേ അപ്പോൾ അതുപോലെ ആക്കിയിട്ട് എടുത്തെങ്കിൽ. അപ്പോൾ ഇത് പൊട്ടാറ്റോ ഞങ്ങൾക്ക് ഇങ്ങനെ വേപ്പാട്ടാൻ്റെ കുക്ക് ആക്കാണ്ടേ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പച്ചമ ഞങ്ങൾ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആവും. അപ്പോൾ അത് തെല്ല് ടൈം എടുക്കണം. അപ്പോൾ ഇതിക്ക് പിന്നായിട്ട് ഒന്ന് വേപ്പാട്ടിട്ട് ഇങ്ങനെ ആക്കണമെങ്കിൽ നിങ്ങൾ വേഗമായിട്ട് കിട്ടും. അപ്പോൾ നല്ല ഒരു ഗോൾഡൻ കളർ ആയിട്ട് വേണ്ടല്ലേ കളർ ചേഞ്ച് ആയിട്ട് വേണ്ട. അപ്പോൾ അത്രമേയാവും. അത്രത്തോളം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഇതാ കളർ ചേഞ്ച് ആയിട്ട് വന്നത് ഇത്രമേയാവും. നിങ്ങൾക്ക് കണ്ടല്ലേ ഇങ്ങനെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് എടുക്കുക ഇത്. അപ്പോൾ ഇങ്ങനെ ഈ പൊട്ടാറ്റോ ഞങ്ങൾ ഈ ബട്ടറിൽ ഞങ്ങൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഓടും. അപ്പോൾ ഇത് എടുക്കലാണ്. അപ്പോൾ തീറ്റെല്ലാം ശരിയാക്കിയിട്ട് ബേക്കും. ഹൈ ഫ്ലെയിമിലേ ബേക്കണ്ട. ഞങ്ങൾ ബട്ടറിൽ ഇട്ടിട്ട് ഞങ്ങൾ ഹൈ ഫ്ലെയിമിൽ ബേക്കുമ്പോൾ അത് വേഗം കരിയിട് ബട്ടർ വേഗം കരിയിട്. അപ്പോൾ അത് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കി കഴിത്ത്. ഇനിയിപ്പോൾ ഞങ്ങൾ അതേ ബട്ടർക്ക് ഞങ്ങൾ ഇതാ ಬೆಳ್ಳುಳ್ಳಿ ತೆಲ್ಲಿ ಯಾರಿಡണോ ഒരു വലിയ സ്പൂണിലൊരു 1-1.5 സ്പൂൺ അത്ര 1.5 ടേബിൾ സ്പൂൺ അത്ര എല്ലാം ಬೆಳ್ಳುಳ್ಳಿക്ക് അതിങ്ങനെ പൊടിയായിട്ട് കട്ടാക്കി എടുത്ത് കഴിത്ത്. ഇഞ്ചി എന്ത് വേണ്ട കാലി വെല്ലുള്ളി മാത്രം ഇട്ടാണ്. അപ്പം നല്ല ഇതോട് വെല്ലുള്ളി നല്ല കായാണ്. അത് പൊടിയായിട്ട് വെല്ലുള്ളി കുറടിയാക്കണം. ചെന്ന പോലെ വലിയ സ്പൂണിൽ ഒരു 1-1.5 സ്പൂൺ അത്ര എല്ലാം ഇതില്. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ നല്ല കായിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരട്ട്. അതിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് ബാക്കി നീരുള്ളി അതെല്ലാം ഇട്ട് കൊടുത്തെങ്കിട്ട്. അപ്പോൾ വെല്ലുള്ളി ഇതാ നല്ല കാഞ്ഞിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നീരുള്ളി പച്ചമുളക് ഒരു നീരുള്ളി പിന്നെ ഒരു 2 പച്ചമുളക് കട്ടാക്കി വെച്ചിട്ട് അത് പൊടിയായിട്ട് കട്ടാക്കി എടുക്കുറോ. അപ്പോൾ നീരുള്ളി ചുമ ചെറുതല്ല ചെറുതിട്ടായെങ്കിൽ ജണ്ടിടും വലിയൊരു നീരുള്ളി എടുത്ത് അപ്പോൾ അതിങ്ങനെ പൊടിയായിട്ട് കട്ടാക്കി എടുത്തത്. അപ്പോൾ നീരുള്ളി അതുപോലെ നല്ല ഫ്രൈ ആവണോ നല്ല കായണം നല്ലൊരു ചുവപ്പ് കളർ അവിടെ അല്ലേ അതുപോലെ ആയിട്ട് വരണം. അപ്പോൾ നീരുള്ളിൽ പച്ച ഇന്നെങ്കിൽ അത്ര നല്ലാവില്ല നല്ല ഫ്രൈ ആവണം. അപ്പമേ നല്ല കറിക്ക് നല്ല ടേസ്റ്റ് അവിടെ. അപ്പം നല്ല ഫ്രൈ ആവട്ടോ. അപ്പോൾ ഇതാണ് നീരുള്ളി ഇതുപോലെ നല്ല കാഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ ചുവപ്പ് കളറായിട്ട് വന്നിട്ട് ഇതുപോലെ ആയെങ്കിൽ മഞ്ഞാവും നല്ല ഫ്രൈ ആവണം. ഇനിയിപ്പോൾ ഞങ്ങൾ തീറ്റെല്ലി ശരിയാക്കി വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളുടെ പൊടി അതേപോലെ ഒരു 1.5 ടീസ്പൂൺ അത്ര അത് കൊത്തമ്പരി പൊടി ചെറിയ സ്പൂണിൽ ഒരു 1.5 സ്പൂൺ കൊത്തമ്പരി പൊടി ഇട്ടും കഴിത്ത്. അതേപോലെ ഒരു 1.5 ടീസ്പൂൺ അത്ര കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചെറിയ സ്പൂണിൽ ഒരു 1/4 സ്പൂൺ ഇട്ടും കഴിത്ത്. അപ്പോൾ ഇതും ഇട്ടിട്ട് നല്ല ഒന്ന് അടിമേലാക്കി എടുക്കണം. ഇದ್ರೆ പച്ചമണെല്ലാം പൊടിയുടെ പച്ചമണ പോണ്ടെടുത്തോളാം തെല്ലിനേരം ചന്ത മിക്സ് ആക്കിക്കൊണ്ട് വേണോ. അതിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് ടൊമാറ്റോ ഇട്ട് കൊടുത്തും കഴിത്ത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു മീഡിയം സൈസിൽ ഒരു ടൊമാറ്റോ അത് പൊടിയായിട്ട് കട്ടാക്കി എടുത്തേ. അപ്പോൾ ടൊമാറ്റോ അങ്ങനെ നല്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു നല്ല ഫ്രൈ ആയിട്ട് പറഞ്ഞു. അപ്പോൾ തെല്ലിനേരം മൂടി വയ്ക്കുമ്പോൾ വേഗം സോഫ്റ്റ് ആയിട്ട് പണ്ട്. അപ്പോൾ ഇടയിലെല്ലാം നോക്കിയോളൂ ഇങ്ങനെ മൂടി വയ്ക്കുമ്പോൾ അങ്ങനെ വിടണ്ട ഇടയിലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം.
അപ്പോൾ ഇതാ ടൊമാറ്റോ എല്ലാം നല്ല ഫ്രൈ ആയിട്ട് ಬಂದ್ರೆ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മഷ്റൂം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിലൊട്ടിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ಇದಕ್ಕೆ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിനത്ര ഉപ്പ് ഇട്ടിട്ട് ചന്ത അടിമേലാക്കിയിട്ട് ഇത് മൂടി വയ്ക്കുക. ഒരു തെല്ല് നേരം മൂടി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിട്ട്. അപ്പോൾ ಇದಕ್ಕೆ തണ്ണി ബീത്തന്നെ തണ്ണി ഇതിലെ തണ്ണി ಬಿಡ್ರು. തെല്ല് നേരം മൂടി വയ്ക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇതിലെ തണ്ണി ಬಿಡ್ರು. അപ്പോൾ അതേ തണ്ണി മയോ എക്സ്ട്രാ തണ്ണി വേണ്ട. ചന്ത മിക്സ് ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് മൂടി വയ്ക്കുക. അപ്പോൾ ഇത് ಬೇಗ ಬೇವು മഷ്റൂം ಬೇವು ചൊമ്മ ടൈം ഇല്ല. ഒരു 5-6 മിനിറ്റിൽ നിങ്ങൾ മഷ്റൂം വെന്ത് കിട്ടും. ചൊമ്മ നേരൊന്നുമില്ല. അപ്പോൾ ഇതാ തെല്ല് നേരം കഴിയുമ്പോൾ ഇതിൽ കണ്ടല്ലേ നിങ്ങൾ തണ്ണി വിട്ടുകൊണ്ട് വന്നത് ഇതുപോലെ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ಇದಕ್ಕೆ നിങ്ങൾ ഫ്രൈ ആക്കി വെച്ച പൊട്ടാറ്റോ ഉണ്ടല്ലേ അതും ഇട്ട് കൊടുക്കുക. ഇതിലൊട്ടിಗೆ ഇട്ടിട്ട് ವಾಪಸ್ അതേപോലെ ഒരു തെല്ല് നേരം നിങ്ങൾ അതേപോലെ മൂടി വയ്ക്കണം. തണ്ണി ബീത്തണ്ട. പൊട്ടാറ്റോ ഇട്ടിട്ട് ചന്ത അടിമേലാക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഒരു ക്യാപ്സിക്കം ഇതിലൊട്ടിക്കുമ്പോൾ കട്ടാക്കി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ കട്ടാക്കി വെച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ല എനിക്കുണ്ടെങ്കിൽ ബേനുണ്ടില്ല സ്കിപ്പ് ആക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. ഇല്ലെങ്കിൽ ബേനുണ്ടില്ല. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചന്ത മിക്സ് ആക്കിയിട്ട് ഒപ്പസ് അതേപോലെ ഒരു 2-3 മിനിറ്റ് ഫസ്റ്റ് നിങ്ങൾ വെച്ചാലേ അതേപോലെ ഹൈ ഫ്ലെയിമിൽ തെല്ലിനാണ് നിങ്ങൾ അതേപോലെ ഒന്ന് മൂടി വയ്ക്കണം ഒരു 2-3 മിനിറ്റ്. ഇപ്പോൾ അത് ഞങ്ങൾ തെല്ലും തണ്ണി ബീത്തിട്ടില്ല. നിങ്ങൾക്ക് കണ്ടില്ലേ തണ്ണിയെല്ലാം ഇതിലേ ഉണ്ടോ. ഇതിപ്പോൾ ആയോണ്ട് ಬಂದ್ರೆ ಬೆಂದೋണ്ട് ಬಂದ್ರೆ ഇനിയിപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇതിക്ക് ഒരു 1/2 കപ്പ് എടുത്ത കുക്കിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും ആവും ഏതും ആവും. ഞാനിപ്പോൾ കുക്കിംഗ് ക്രീം ഒരു 1/2 കപ്പ് എടുത്ത ബീത്രേ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്രീം എല്ലാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 8-10 കാഷ്യൂ എടുത്തിട്ട് തെല്ലിനേരം നനച്ചിട്ടിട്ട് ചൂട് തന്നെ നനച്ചിട്ടിട്ട് ಅದರ പേസ്റ്റ് ആക്കിയിട്ട് ബീത്രെങ്കിൽ അതും ആവും ഏതും ആവും. ക്രീം ഉണ്ടെങ്കിൽ ക്രീമേ ബീത്തോറും അതിലൊട്ടിക്ക് ഞങ്ങൾ ഇതാ തെല്ല് കസൂരി മെത്തി ഇട്ട് കൊടുക്കുക. കയ്യിലൊന്ന് പൊടിയാക്കിയിട്ട് ഇടോറും. അപ്പോൾ ഇട്ടിട്ട് നിങ്ങൾ തെല്ലിനേരം നല്ല ഒന്ന് പായപ്പാട്ടിട്ട് എടുക്കണം. ഇത് ക്രീം ബീത്തിട്ട് തെല്ലിനേരം നല്ല ഒന്ന് പായക്കണം. അപ്പോൾ ഉಪ್ಪೆಲ್ಲ ഒന്ന് ಚೆಕ್ ಹಾಕೋರು ಟೇಸ್ಟ್ ಎಲ್ಲ ನೋಡ್ರು. ಉಪ್ಪೆಲ್ಲ ಕೊರಡಿ ಉಂಡ್ಕೊಂಡೆಗೆ ಟೈಮಿൽ ഇട്ട് ಹೆಂಗೈತೆ. അപ്പോൾ ಇನ್ನೊಂದು തെല്ലിനേരം ഞാൻ മൂടി വെച്ചിട്ട് ഒന്നും തെല്ലിനേരം ഒന്ന് നല്ല ഒന്ന് പായപ്പാട്ടിട്ട് എടുക്കറേ. അപ്പോൾ ഇതാ ഇത്ര മയോ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടല്ലേ ഇത്ര ഗ്രേവി ഇത്ര ഗട്ടിൽ മയാവോ. ഇനി ഇത്ര കാട്ടി ബട്ടണ്ട ഞങ്ങൾക്ക് നാസ്തത്ത് കഴിക്കാതല്ല. അപ്പോൾ തെല്ല് ഗ്രേവിയോട് കൂടി വേണോ ഈ ഒരു അന്തജിൽ മയോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓഫാക്കാം. നിങ്ങൾക്ക് കണ്ടല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ഓഫാക്കിയിട്ട് വെച്ചാൽ പിന്നെ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുക ഇത്ര മയോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചപ്പാത്തിക്ക് നച്ചുന്ന പോലെ പിന്നെ നാസ്തത്തുകെല്ലാം നല്ല ടേസ്റ്റ് ആവിടും. ഇനിയിപ്പോൾ ലാസ്റ്റിക്ക് ബേനുണ്ടായെങ്കിൽ തെല്ല് കൊത്തമ്പരി സൊപ്പ് ഇടും. ഞാനിപ്പോൾ കൊത്തമ്പരി സൊപ്പ് ഇട്ടിട്ടില്ല ബേനുണ്ടായെങ്കിൽ ഇടും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കറിയുടെ മസാല മഷ്റൂം മസാലയുടെ റെഡി ആയിട്ട് നിങ്ങൾ നോക്കിയാറല്ലേ ഞങ്ങൾ ആക്കുക ചുമ സൊരന്തില്ല ಬೇಗ ಹಾಕಿ എടുക്കുക. പിന്നെ നല്ല ടേസ്റ്റ് ആവും സൂപ്പർ ടേസ്റ്റ് ആവും. നിങ്ങൾ എന്തായാലും മഷ്റൂം എല്ലാം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേരിക്കില്ല. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സുകളെ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമയുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ആക്കൂ. അതിൽ ഓൾ ചെല്ലുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ആക്കുറെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. अस्सलाम वालेकुम.